Good morning, dear friends. Today we are going to analyze a poem Stammer by K. Sachidanandan. It's a poem prescribed for plus 2 classes. ഈ സ്റ്റാമർ എന്നാൽ വിക്ക് എന്നാണ് അർത്ഥം. സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ പലരും വൈകല്യമായി കാണുന്ന വിക്ക് എന്ന അവസ്ഥയെ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടിലൂടെ നോക്കിക്കാണുകയാണ് കെ സച്ചിദാനന്ദൻ. ഇത് കൂടുതൽ വളരെ അർത്ഥതലങ്ങളുള്ള കവിതയാണ്. ദർ ആർ ലെയേഴ്സ് ഓഫ് മീനിങ്. ആദ്യമായി നമ്മൾ ഇതിന്റെ പെരിഫറൽ ആയിട്ടുള്ള ബാഹ്യമായിട്ടുള്ള മീനിങ്ങിലേക്ക് പോകാം. പിന്നീട് അതിന്റെ മറ്റ് അർത്ഥതലങ്ങളിലേക്ക് നമുക്ക് കടക്കാം. Stammer is no handicap. Poet begins his poem saying, Stammer is no handicap, it's a mode of speech. സ്റ്റാമർ ഒരു ഹാൻഡിക്യാപ്പ് അല്ല, പലരും കരുതുന്നത് പോലെ അതൊരു വൈകല്യമല്ല. ഇറ്റ്സ് എ മോഡ് ഓഫ് സ്പീച്ച്. അത് ഒരു തരത്തിലുള്ള സംസാര രീതിയാണ്. സ്റ്റാമർ ഈസ് ദ സൈലൻസ് ദാറ്റ് ഫോൾസ് ബിറ്റ്വീൻ ദ വേർഡ് ആൻഡ് ഇറ്റ്സ് മീനിങ്, ജസ്റ്റ് ആസ് ലൈംനെസ് ഈസ് ദ സൈലൻസ് ദാറ്റ് ഫോൾസ് ബിറ്റ്വീൻ ദ വേർഡ് ആൻഡ് ദ ഡീഡ്. സ്റ്റാമറിനെ ഹി കമ്പയർസ് സ്റ്റാമർ ടു എന്താണ് lameness. The poet says that stammer is the silence that falls between the word and its meaning. Stammer എന്നാൽ വാക്കും അതിന്റെ അർത്ഥവും അതിനിടക്കുള്ള സൈലൻസ് ആണ്. ഏതുപോലെ he compares it with lameness. Lameness is the silence that falls between the word and deed. വാക്കിനും പ്രവൃത്തിക്കും ഇടയ്ക്കുള്ള സൈലൻസിനെയാണ് ലെയിംനെസ് എന്ന് പറയുന്നത്. എന്നതുപോലെ വാക്കിനും അതിന്റെ മീനിങ്ങിനും ഇടയ്ക്കുള്ള സൈലൻസിനാണ് സ്റ്റാമർ എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് എ സിമിലി, എ കമ്പാരിസൺ. പിന്നെ ചോദിക്കുകയാണ്, ഡിഡ് സ്റ്റാമർ പ്രൊസീഡ് ലാംഗ്വേജ് ഓർ സക്സീഡ് ഇറ്റ്? പോയിട്ട് ചില ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ് തന്നെത്താൻ. സ്റ്റാമർ ഭാഷയ്ക്ക് മുമ്പുണ്ടായതാണോ അല്ലെങ്കിൽ ഭാഷയ്ക്ക് ശേഷമാണോ ഈ സ്റ്റാമർ ഉണ്ടായിരിക്കുന്നത്? ഈസ് ഇറ്റ് ഓൺലി എ ഡയലക്ട് ഓർ എ ലാംഗ്വേജ് ഇറ്റ് സെൽഫ്? ഒരു ഭാഷാ വ്യതിയാനം മാത്രമാണോ, ഒരു ഭാഷാന്തരം മാത്രമാണോ? അല്ല, അത് തന്നെ ഒരു ഭാഷയാണോ? ദീസ് ക്വസ്റ്റ്യൻസ് മേക്ക് ദ ലിംഗ്വിസ്റ്റ് സ്റ്റാമർ. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഭാഷാശാസ്ത്രജ്ഞരെ പോലും സ്റ്റാമർ ചെയ്യിക്കുന്നു, വിക്ക് ഉള്ളവരാക്കുന്നു. അതായത് ഇതിന് വ്യക്തമായ മറുപടി ഭാഷാശാസ്ത്രജ്ഞർക്ക് പോലും പറയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. പിന്നെ അദ്ദേഹം പറയുന്നു, ഈച്ച് ടൈം വി സ്റ്റാമർ വി ആർ ഓഫറിംഗ് എ സാക്രിഫൈസ് ടു ദ ഗോഡ് ഓഫ് മീനിങ്സ്. ഓരോ പ്രാവശ്യം നാം വിൽക്കുന്നവർ ദൈവത്തിനൊരു കാണിക്ക അർപ്പിക്കുകയാണ്, സാക്രിഫൈസ് അർപ്പിക്കുകയാണ്. When a whole people stammer becomes their mother tongue, just as it is with us now. ഇനി ഒരു നാട്ടിലെല്ലാ ആളുകളും സ്റ്റാമർ ചെയ്യുകയാണെങ്കിൽ, വിൽക്കുകയാണെങ്കിൽ, അത് ആ നാട്ടിൽ വളരെ സർവ്വസാധാരണമായി മാറുകയും അത് അവിടുത്തെ മാതൃഭാഷയായിട്ട് അംഗീകരിക്കപ്പെടുകയും ചെയ്യും. ആരെങ്കിലും ഒരാൾ സ്റ്റാമർ ചെയ്യുമ്പോഴാണ് അതൊരു വൈകല്യമായിട്ട് അനുഭവപ്പെടുന്നത്. എല്ലാവരും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് വൈകല്യമായിട്ട് അനുഭവപ്പെടില്ല. ഗോഡ് ടു മസ്റ്റ് ഹാവ് സ്റ്റാമേർഡ് വെൻ ഹി ക്രിയേറ്റഡ് മാൻ. ദൈവവും വിക്കിയിരിക്കണം അദ്ദേഹം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ. ദാറ്റ് ഈസ് വൈ ഓൾ ദ വേർഡ്സ് ഓഫ് മാൻ ക്യാരി ഡിഫറെന്റ് മീനിങ്സ്. അതാണ് മനുഷ്യന്റെ എല്ലാ വാക്കുകൾക്കും വ്യത്യസ്തമായ അർത്ഥതലങ്ങൾ ഉണ്ടാവുന്നത്. ദാറ്റ് ഈസ് വൈ എവറിത്തിങ് he utters from his prayers to his commands stammers like poetry. അതുകൊണ്ടാണ് മനുഷ്യൻ ഉച്ചരിക്കുന്ന എല്ലാ വാക്കുകൾക്കും കവിതകൾക്കെന്നത് പോലെ തന്നെ വ്യത്യസ്ത അർത്ഥതലങ്ങൾ ഉണ്ടാവുന്നത്. യഥാർത്ഥത്തിൽ ഈ സ്റ്റാമർ എന്ന ഈ കവിത കൊണ്ട് കെ സച്ചിദാനന്ദൻ ഉദ്ദേശിച്ചിരിക്കുന്നത് വൈകല്യം എന്ന് നമ്മൾ കണക്കാക്കുന്ന വിക്ക് അല്ല. ഇത് പല കാര്യങ്ങളിലും നമ്മളുടെ പൊതുവെ ജനങ്ങളുടെ പ്രതികരിക്കാനുള്ള കഴിവ് കേടിനെയാണ് സ്റ്റാമർ എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ആ പെർസ്പെക്റ്റീവിലൂടെ അല്ലെങ്കിൽ ആ രൂപത്തിൽ നമ്മൾ നോക്കിക്കാണുമ്പോൾ ഇവിടെ പറയുന്നു, സ്റ്റാമർ ഈസ് ദ സൈലൻസ് ദാറ്റ് ഫോൾസ് ബിറ്റ്വീൻ ദ വേർഡ് ആൻഡ് ഇറ്റ്സ് മീനിങ്, ജസ്റ്റ് ആസ് ലൈംനെസ് ഈസ് ദ സൈലൻസ് ദാറ്റ് ഫോൾസ് ബിറ്റ്വീൻ ദ വേർഡ് ആൻഡ് ദ ഡീഡ്. ഇപ്പോൾ നമ്മൾ ലൈംനെസ് എന്നുള്ളത് വാക്കിനും പ്രവൃത്തിക്കും ഇടയ്ക്കുള്ള ഒരു സൈലൻസ് ആണ് എന്ന് അദ്ദേഹം പറയുന്നു. അതുപോലെ തന്നെയാണ് സ്റ്റാമർ എന്ന് പറയുന്നു.
പലരും നമ്മൾ സംസാരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് പ്രവർത്തിക്കുന്നില്ല. അതിനിടക്ക് ഒരു ഗ്യാപ്പ് വരുന്നു. അതേപോലെ തന്നെ പിന്നെ അതാണ് സ്റ്റാമർ. നമ്മൾ പറയുന്നത് പ്രവർത്തിക്കാതിരിക്കുന്ന മനുഷ്യന്റെ ആ അവസ്ഥയെയാണ് നമ്മൾ ഇവിടെ പോയിട്ട് സ്റ്റാമറായിട്ട് കാണുന്നത്. എന്നിട്ട് ഈ സ്റ്റാമർ മനുഷ്യന് ഈ പ്രതികരിക്കാതിരിക്കാനുള്ള ഈ അവന്റെ തന്മയത്വ സ്വഭാവം അത് ഭാഷയ്ക്ക് മുമ്പുണ്ടായതാണോ അല്ലെങ്കിൽ ശേഷമുണ്ടായതാണോ? വേണ്ട രീതിയിൽ പ്രവർത്തിക്കാതിരിക്കാനുള്ള അല്ലെങ്കിൽ പ്രതികരിക്കാതിരിക്കാനുള്ള അവനിൽ ഇൻബിൽട്ട് ആയിട്ടുള്ളതാണോ? അത് ഭാഷയ്ക്ക് മുമ്പുണ്ടായതാണോ എന്നുള്ള ഒരു ചോദ്യം അദ്ദേഹം ഉന്നയിക്കുകയാണ്. അതൊരു ഡയലക്റ്റ് ആണോ, പലയിടത്തും മാത്രമുള്ളതാണോ, അല്ലെങ്കിൽ ഒരു ലാംഗ്വേജ് ആണോ, എല്ലായിടത്തും ഉള്ളതാണോ? ലോകത്തെല്ലായിടത്തും ഉള്ളതാണോ? ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ആളുകൾ പൊതുവെ ഉപയോഗിക്കുന്നത്, ഡയലക്റ്റ് എന്ന് പറയുമ്പോൾ കുറഞ്ഞ ആളുകൾ മാത്രം ഉപയോഗിക്കുന്നത്. കുറഞ്ഞ ആളുകൾക്ക് മാത്രമാണോ ഇങ്ങനെ പ്രതികരണശേഷി ഇല്ലാത്തത്? അല്ലെ പലർക്കുമുണ്ടോ? ധാരാളം ആളുകൾക്കുണ്ടോ? ഈ കാര്യത്തിൽ ഇന്നും ഒരു തീരുമാനമായിട്ടില്ല. ലിംഗ്വിസ്റ്റ് സ്റ്റാമർ, ഈവൻ ഭാഷാശാസ്ത്രജ്ഞർ പോലും എന്ത് ചെയ്യാണ്? സ്റ്റാമർ ചെയ്യാണ്. പിന്നെ അദ്ദേഹം വളരെ വിപ്ലവാത്മകമായ ഒരു ചിന്തയാണ് മുന്നോട്ട് വെക്കുന്നത്. ഈച്ച് ടൈം വി സ്റ്റാമർ വി ആർ ഓഫറിംഗ് എ സാക്രിഫൈസ് ടു ദ ഗോഡ് ഓഫ് മീനിങ്സ്. ഓരോ പ്രാവശ്യം നമ്മൾ വിൽക്കുമ്പോഴും നമ്മൾ അർത്ഥത്തിന്റെ ദൈവത്തിന് ഒരു കാണിക്ക അർപ്പിക്കുകയാണ്. പിന്നെ ഹോൾ പീപ്പിൾ സ്റ്റാമർ, സ്റ്റാമർ ബിക്കംസ് ദർ മദർ ടങ് എന്നൊക്കെ പറയാണ്. അതായത് ദൈവം പെർഫെക്റ്റ് ആണെന്നാണ് നമ്മുടെ കൺസെപ്റ്റ്. ദൈവത്തിന് നമ്മൾ സമർപ്പിക്കുന്നതെല്ലാം വളരെ പെർഫെക്റ്റ് ആയ വസ്തുക്കൾ മാത്രമേ സമർപ്പിക്കൂ. കുറവില്ലാത്ത വസ്തുക്കൾ മാത്രമേ ദൈവത്തിന് കാണിക്കയായി സമർപ്പിക്കുകയുള്ളൂ. അപ്പോൾ ഇദ്ദേഹം സൂചിപ്പിക്കുകയാണ്, ദൈവം പെർഫെക്റ്റ് ആണെന്നാണ്, ദൈവത്തിന്റെ പ്രതിരൂപത്തിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെന്ന സങ്കല്പം. അപ്പോൾ ദൈവത്തിന്റെ പ്രതിരൂപത്തിലാണ് സൃഷ്ടിച്ചതെങ്കിൽ മനുഷ്യൻ പെർഫെക്റ്റ് ആകണം. പക്ഷേ മനുഷ്യൻ പെർഫെക്റ്റ് അല്ല, പൂർണ്ണനല്ല, പരിപൂർണനല്ല. അവന് ധാരാളം പരിമിതികളുണ്ട്, ധാരാളം പോരായ്മകളുണ്ട്. അപ്പോൾ ദൈവത്തിന് നമ്മൾ ഒരു ഇംപെർഫെക്റ്റ് ആയ ദൈവം സൃഷ്ടിച്ചത് കൊണ്ടാണ് മനുഷ്യൻ എന്ത് ചെയ്തിരിക്കുന്നത്? ഇംപെർഫെക്റ്റ് ആയിരിക്കുന്നത്, പരിപൂർണനല്ലാത്തത്. അതുകൊണ്ട് തന്നെ ദൈവത്തിന് ഒരു കാണിക്കയാണ് മനുഷ്യന്റെ ഈ പോരായ്മയായ, അല്ലെങ്കിൽ പോരായ്മയെന്ന് പലരും കരുതുന്ന ഈ സ്റ്റാമർ ഒരു കാണിക്കയായി ദൈവത്തിന് അർപ്പിക്കുകയാണ്. സ്റ്റാമർ ബിക്കംസ് ദർ മദർ ടങ് ജസ്റ്റ് ആസ് ഇറ്റ് ഈസ്. പിന്നെ പറയാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു സറ്റയറാണിത്, ഒരു ആക്ഷേപഹാസ്യമാണ്. വെൻ എ ഹോൾ പീപ്പിൾ സ്റ്റാമർ, സ്റ്റാമർ ബിക്കംസ് ദർ മദർ ടങ്. ഇനി ഒരു നാട്ടിൽ എല്ലാ ആളുകളും സ്റ്റാമർ ചെയ്യുകയാണെങ്കിൽ, അതായത് വാക്കിനനുസരിച്ച് പ്രവർത്തിക്കാതെ ധാരാളം കാര്യങ്ങളിൽ പ്രതികരിക്കാൻ, സാമൂഹിക പ്രതിബദ്ധതയോടുകൂടെ പ്രതികരിക്കാൻ നിൽക്കാതെ മാറി നിൽക്കുന്ന, സമൂഹത്തിൽ ഇടപെടാതെ മാറി നിൽക്കുന്ന ആളുകളെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഒരു സറ്റാറിക്കലായിട്ടുള്ള ഒരു ലൈനാണ്, അല്ലെങ്കിൽ ഒരു ആശയമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. സ്റ്റാമർ ബിക്കംസ് എ മദർ ടങ്. ഒരു നാട്ടിൽ ആരും പ്രതികരിക്കുന്നില്ലെങ്കിൽ അത് അവിടുത്തെ മദർ ടങ് ആണ്, അത് അവരുടെ രീതിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ജസ്റ്റ് ആസ് ഇറ്റ് ഈസ് വിത്ത് അസ് നൗ. അങ്ങനെയാണല്ലോ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ. നമുക്ക് ഇപ്പോഴും അങ്ങനെയാണ്. നമ്മുടെ നാട്ടിൽ പലതിനെയും, ആവശ്യമുള്ളതിന് ആരും പ്രതികരിക്കുന്നില്ല, എല്ലാവരും മാറി നിൽക്കുന്നു. അപ്പോൾ ഈ സ്റ്റാമർ എന്നുള്ളത് മനുഷ്യന് പ്രതികരിക്കാനുള്ള, അല്ലെങ്കിൽ സമൂഹത്തിലെ ഓരോ വ്യക്തിക്കും ഇൻജസ്റ്റിസിനോട് പ്രതികരിക്കാനുള്ള ആ മനസ്സ് ഇല്ലാത്ത അവസ്ഥയെയാണ് ഇവിടെ സ്റ്റാമർ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ സ്റ്റാമർ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതാണ് അതിന്റെ അർത്ഥതലം എന്ന് പറഞ്ഞത്. ജസ്റ്റ് ആസ് ഇറ്റ് ഈസ് വിത്ത് അസ് നൗ. അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ. പിന്നെ അത് നേരത്തെ പറഞ്ഞ ആശയം കുറച്ചുകൂടെ വ്യക്തമാക്കി പറയാണ്. ഗോഡ് ടു മസ്റ്റ് ഹാവ് സ്റ്റാമേർഡ് വെൻ ഹി ക്രിയേറ്റഡ് മാൻ. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ഒരുപക്ഷെ അല്പം സംശയിച്ചിരുന്നിരിക്കണം, അല്ലെങ്കിൽ വിക്കിയിരിക്കണം. ഇപ്പൊ ഉദ്ദേശിക്കുന്നത് ഈ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള മാൻ. പിന്നെ പറയാണ്, ദാറ്റ് ഈസ് വൈ ഓൾ ദ വേർഡ്സ് ഓഫ് മാൻ ക്യാരി ഡിഫറെന്റ് മീനിങ്സ്. മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ, ഈ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ദൈവവും എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? ഒന്ന് സ്റ്റാമർ ചെയ്തിട്ടുണ്ടായിരിക്കണം, സംശയിച്ചിരിക്കണം, അല്ലെങ്കിൽ അല്പം ആലോചിച്ചിരിക്കണം. അതുകൊണ്ടാണ് ഈ ഇംപെർഫെക്റ്റ് ആയ വേർഡ്, അല്ലെങ്കിൽ ദൈവം സൃഷ്ടിക്കുമ്പോൾ അദ്ദേഹത്തിനുണ്ടായ ഈ വിക്കാണ് മനുഷ്യന്റെ എല്ലാ വാക്കുകൾക്കും വ്യത്യസ്ത അർത്ഥതലങ്ങൾ ഉണ്ടാകാൻ കാരണം. വേർഡ് ഈസ് വൺ തിങ് ആൻഡ് ഹിസ് ആക്ഷൻ ഈസ് എ ഡിഫറെന്റ് തിങ്. മെനി പീപ്പിൾ ആർ സീൻ നോട്ട് ആക്ടിങ് ആസ് ദേ സേ വൺ തിങ് ആൻഡ് ആക്ട് ഇൻ അനദർ വേ. വാക്ക് പാലിക്കാത്ത അവസ്ഥ, ഇതൊക്കെ ഉണ്ടാകുന്നത് ഈ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള മനുഷ്യന്റെ ഒരു തനതായ അവന്റെ സ്വഭാവമാണ്. That is why all the words of man carry different meanings. That is why
everything he utters from his prayers to his commands stammers like poetry. We pray one thing to God, but we are not ready to prove it in our action. നമ്മുടെ ആക്ഷനിൽ പ്രൂവ് ചെയ്യാൻ നമ്മൾ റെഡിയല്ല, തയ്യാറല്ല. നമ്മൾ ദൈവത്തോട് പലതും വാക്ക് കൊടുക്കുന്നു. ദൈവമേ, ഞാൻ അങ്ങനെ ചെയ്യില്ല, ഇങ്ങനെ ചെയ്യില്ല, ഞാൻ നന്മ ചെയ്തോളാം. പക്ഷേ നമ്മുടെ അത് ദൈവത്തോടുള്ള നമ്മുടെ ഓഫറിങ്ങോ അല്ലെങ്കിൽ നമ്മുടെ ദൈവത്തിന് കൊടുക്കുന്ന വാക്കുകൾ നമുക്ക് പാലിക്കാൻ കഴിയുന്നില്ല. അതേപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥനകൾ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അത് ഫലവത്താകുന്നില്ല. ടു ഹിസ് കമാൻഡ്സ്, മനുഷ്യന്റെ എല്ലാ വാക്കുകൾക്കും വ്യത്യസ്ത അർത്ഥതലങ്ങളാണുള്ളത്. അതേപോലെയാണ് പോയട്രിയും. ഒരാൾ വായിക്കുന്നതും മറ്റൊരാൾ വായിക്കുന്നതും തമ്മിൽ പോയട്രിയുടെ മീനിങ്ങിന് വ്യത്യാസമുണ്ട്. അല്ലെങ്കിൽ പോയറ്റ് ഉദ്ദേശിക്കുന്നത് മറ്റൊരർത്ഥമാണ്. ഓരോ വാക്കിനും വ്യത്യസ്ത അർത്ഥ തലങ്ങളാണുള്ളത്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാകാൻ കാരണം ഗോഡിന്റെ ഒരു ഇൻപെർഫെക്റ്റ് ക്രിയേഷനാണ്. അല്ലെങ്കിൽ ഗോഡ് മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ അദ്ദേഹത്തിനുണ്ടായ ഒരു സ്റ്റാമറായി വേണം കരുതാൻ. അപ്പോൾ ഈ സ്റ്റാമർ എന്നുള്ള ഈ പോയം വളരെ ഒരു ആധുനിക കവിതയാണ്. ഇത് വളരെ സിമ്പിളാണ് സ്ട്രക്ചറിലെങ്കിലും യഥാർത്ഥത്തിൽ വലിയ അർത്ഥതലങ്ങളുള്ള ഒരു പോയമാണ്. ഇതിലുള്ള സിമിലി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. സ്റ്റാമർ ഈസ് ദ സൈലൻസ് that falls between word and its meaning just as lameness is the silence. അത് ഒരു സിമിലിക്കുള്ള എക്സാമ്പിൾ ആണ്. പിന്നെ സറ്റയർ എന്താണ്, ഗോഡിന് ക്രിയേഷനെ കുറിച്ചുള്ള സറ്റയർ ഞാൻ നേരത്തെ പറഞ്ഞു. എന്താണ്, ഈ ടൈം വി സ്റ്റാമർ വി ആർ ഓഫറിംഗ് എ സാക്രിഫൈസ് ടു ദ ഗോഡ് ഓഫ് മീനിങ്സ് എന്നൊക്കെയുള്ളത് സറ്റയർ ആയിട്ട് നമുക്ക് എടുക്കാം. ആക്ഷേപഹാസ്യം, പരിഹാസ രൂപത്തിൽ ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന വിശ്വാസത്തിനെതിരായിട്ടുള്ള അദ്ദേഹത്തിന്റെ പരാമർശമാണ് സറ്റയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ പൊതുവെ ഈ സ്റ്റാമർ എന്നുള്ള പോയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ വളരെ അർത്ഥതലങ്ങളുള്ളതാണ്. ഈ പോയം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ മീനിങ് അല്ലെങ്കിൽ ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ കൊടുക്കുന്നതാണ്. അതുകൂടെ കണ്ട് ആ സമ്മറി അനാലിസിസ് ഒക്കെ ഒന്ന് കാണാതെ പഠിച്ച് വേണം പരീക്ഷയ്ക്ക് അപ്പിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഏതാനും ചില പാഠങ്ങൾ കൂടെ പബ്ലിക് എക്സാമിന് മുമ്പായിട്ട് ഞാൻ ചെയ്യാൻ ശ്രമിക്കും. നിങ്ങൾക്ക് വളരെ എളുപ്പമുള്ള ഒരു പരീക്ഷ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.